നമസ്കാരം. അറസ്റ്റ് ഭയന്ന് മന്ത്രിയും കൂട്ടരും ഒളിവിൽ പോയി. അച്ഛനെ മകൻ എന്ന് അറസ്റ്റ് ചെയ്യും. ശബരിമല സ്വർണ്ണക്കള്ളക്കേസ് എന്ന് പറയപ്പെടുന്നത് ഓരോ ദിവസം കഴിയുമ്പോഴും നിർണായകമായിട്ടുള്ള നീക്കങ്ങളിലൂടെ കടന്നു പോകുന്നു. നമ്മൾ കുറച്ച് വളരെ ലഘൂകരിച്ച് കണ്ടിരുന്ന ഒരു വിഷയത്തെ ആഗോളതലത്തിലേക്ക് എത്തപ്പെടുന്ന തരത്തിലേക്ക് അയ്യപ്പൻ കൊണ്ടെത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ശബരിമലയിലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അവരിലോ അല്ലെങ്കിൽ ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിമാരിലോ ഒതുങ്ങി നിൽക്കുമെന്ന് കരുതിയിടത്ത് നിന്ന് ആഗോള വ്യവസായികളിലേക്കും ഒപ്പം തന്നെ ഏഴാം കടലിൽ അക്കരയിലേക്കും ഇവിടുത്തെ സ്വർണ്ണ വിഗ്രഹങ്ങൾ അടക്കം കടത്തുന്നു എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഒരു വലിയ മഹാകൊള്ള അതായി മാറി ശബരിമലയിലെ സ്വർണ്ണ കൊള്ള എന്ന് പറയപ്പെടുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരിൽ നമ്മൾ പറയുന്ന പേരുകളെല്ലാം കൊള്ളക്കാരുടേതാണ്. ഇതിനകത്ത് ഇടപെട്ടവരെല്ലാം കള്ളന്മാരാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ദേവസ്വം ബോർഡ് ഭരിച്ചവരാണെങ്കിലും സർക്കാരിൻ്റെ മന്ത്രിമാരാണെങ്കിലും അയ്യപ്പനെ പൂജിച്ച തന്ത്രിമാരാണെങ്കിലും അതിനകത്ത് ഉണ്ടായിരുന്ന പോറ്റിമാരാണെങ്കിലും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും സകലമാന കള്ളന്മാർ, എല്ലാവന്മാരും കള്ളന്മാരാകുന്ന കാഴ്ച. ഇതാണ് നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ പുതിയ അവതാരങ്ങൾ പിറവിയെടുക്കുന്നു. ആ അത്തരത്തിലുണ്ടാകുന്ന അവതാരങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന അന്വേഷണ സംഘത്തെയും നമുക്ക് കാണേണ്ടി വരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുമ്പോഴും ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒട്ടനവധി പേരുണ്ട്. അതിനകത്ത് ഒരാളാണ് ദേവസ്വം ബോർഡിന്റെ മുൻ അംഗങ്ങളായിട്ടുള്ള KP ശങ്കരദാസും ഒപ്പം തന്നെ N വിജയകുമാറും. ഇവർക്ക് നോട്ടീസ് നൽകുന്നു ഹാജരാകുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി വരുന്നത് വരെ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തേണ്ട എന്നുള്ളൊരു നിലപാട്, ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്തുന്നു. കാരണം ഒരു ചോദ്യം ചെയ്യലിന് ഹാജരായാൽ ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകും, അത് ഉറപ്പാണ്. അപ്പോൾ ആ അറസ്റ്റ് ഭയന്നുകൊണ്ടാണ് ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കുന്നത്. ശങ്കരദാസ് ആണെങ്കിൽ സുപ്രീം കോടതിയെ വരെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിലെ എതിർ പരാമർശങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമീപനമാണ് സുപ്രീം കോടതിയിൽ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഇതേ കേസിൽ നമുക്കറിയാം ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിരുന്ന A പത്മകുമാറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തതായിരുന്നല്ലോ. എന്നാൽ പത്മകുമാറിനൊപ്പം തീരുമാനങ്ങൾ എടുത്ത ബോർഡ് അംഗങ്ങളാണ് ഞാനിപ്പോൾ പറയുന്ന ഈ ശങ്കരദാസും വിജയകുമാറും. ഈ ശങ്കരദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഹൈക്കോടതിയുടെ ആശ്ചര്യപരമായിട്ടുള്ള ഒരു പ്രകടനത്തെ പൊതുസമൂഹം വിലയിരുത്തുന്നതും അങ്ങനെയാണ്. എന്തുകൊണ്ട് ഇവരെ മാത്രം അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല? അപ്പോൾ കോടതിയുടെ ഈ പരാമർശത്തിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഇവർക്ക് മൂന്നാം തവണയും ഇന്ന് ഹാജരാകണമെന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചത്. ഈ സാഹചര്യത്തിലാണ് ശങ്കരദാസ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹരിശങ്കറിന്റെ അച്ഛനാണ് ഈ ശങ്കരദാസ് എന്ന് പറയപ്പെടുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ നോട്ടീസ് ലംഘിച്ചാലും ഇവരെ വീട്ടിൽ പോയി പോലീസ് അറസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് IPSകാരന്റെ അച്ഛനായതുകൊണ്ട് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ടതുണ്ടോ? ഇനി ഏതൊക്കെ നിലപാടുകൾ സ്വീകരിച്ചിരുന്നാലും, ഏതൊക്കെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നാലും, ഏതൊക്കെ ഉന്നത ബന്ധങ്ങൾ ഉണ്ടെങ്കിലും, കട്ടവനാണെങ്കിൽ അവൻ ഏതുന്നതനാണെങ്കിലും ജയിലറകളിലേക്ക് എത്തേണ്ടതല്ലേ? അവനെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ? പക്ഷെ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്നുള്ള പൊതുസമൂഹത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഈ IPSകാരന്റെ പദവിയോ അല്ലെങ്കിൽ സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടുകളോ ആണ്. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യേണ്ടതുണ്ട്. ഈ അച്ഛൻ ഇങ്ങനെ പിടികൊടുക്കാതെ നടക്കുമ്പോൾ മകൻ അറസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സർക്കാർ മകനെ കൊണ്ട് തന്നെ ഈ അച്ഛനെ അറസ്റ്റ് ചെയ്യിക്കേണ്ടതാണ്. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? കൂടാതെ ഈ ശങ്കരദാസ് ആണെങ്കിലും വിജയകുമാർ ആണെങ്കിലും ഇനി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മന്ത്രിമാരടക്കം ഉണ്ടായിരുന്നല്ലോ, അവർക്കിടയിലേക്കും ഈ അന്വേഷണം പോകേണ്ടതല്ലേ? പത്മകുമാറിന്റെയും N വാസുവിന്റെയൊക്കെ മൊഴികൾ ചെന്നെത്തുന്നത് കടകംപള്ളിയെ പോലുള്ള അല്ലെങ്കിൽ മുൻ മന്ത്രിമാരായിട്ടുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെയും ദേവസ്വം ബോർഡ് മന്ത്രിമാർക്കെതിരെയുമാണ്. പക്ഷെ അവരാരും തന്നെ
ഇപ്പോൾ ഈ പറയുന്ന സീനിലേ ഇല്ല. ഇവർക്കാർക്കും ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ബന്ധമുള്ളതുമായിട്ട് ആർക്കും മനസ്സിലാകുന്നില്ല. പക്ഷേ ഇതിലെല്ലാം ബന്ധമുണ്ട് എന്ന് കരുതുന്നുകൊണ്ടാണോ എന്നറിയില്ല, ഇവരാരും ഇപ്പോൾ പുറം ലോകത്തില്ല, എല്ലാം ഒളിവ് കേന്ദ്രങ്ങളിലും രഹസ്യ കേന്ദ്രങ്ങളിലേക്കുമായിട്ട് മാറിയിരിക്കുന്നു. അറസ്റ്റിന്റെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ശങ്കർദാസും വിജയകുമാറും കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനി ഇവരുടെ അടുത്ത നീക്കമെന്ന് പറയപ്പെടുന്നത്. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളിലും വിഗ്രഹങ്ങളിലും നടന്ന ക്രമക്കേടുകളിൽ ബോർഡംഗങ്ങൾ എന്ന നിലയിൽ ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ നേരിട്ട് പങ്കുണ്ട് എന്നുള്ള SITയുടെ നിഗമനം ഇതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുക്കുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമായിട്ടാണ് ഇവരെ ചോദ്യം ചെയ്യേണ്ടത്. പക്ഷെ ചോദ്യം ചെയ്യുന്നതിന് 3 വട്ടം നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതെ ഒളിവിൽ കഴിയുന്ന ഇവർക്ക് തെറ്റ് ചെയ്തില്ല എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഇവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മൊഴികൾ രേഖപ്പെടുത്തി അവരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്ത് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം അവർക്ക് പുറം ലോകത്ത് അഗ്നിശുദ്ധി വരുത്തി തിരികെ വരാമല്ലോ. അപ്പോൾ കള്ളന്മാർ തന്നെയാണ് എന്ന് തെളിയിക്കുകയാണ് 3 വട്ടം നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ഒളിവിൽ കഴിയുന്നവരല്ല. അത് മന്ത്രിയാണെങ്കിലും തന്ത്രിയാണെങ്കിലും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഒക്കെ. സുപ്രീം കോടതിയിലെ ഹർജിയിലെ അനുകൂല തീരുമാനം ഇവിടെ ഈ IPSകാരന്റെ അച്ഛനായിട്ടുള്ള ശങ്കർദാസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടെ തന്നെ കേസ് തന്നെ അപ്രസക്തമാകുമെന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. അത്തരത്തിലുള്ള കുരുക്കുകൾ ഈ കേസിനകത്ത് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എന്നുള്ള വളരെ വലിയ ആത്മവിശ്വാസമാണ് വിജയകുമാറിനാണെങ്കിലും ശങ്കർദാസിനാണെങ്കിലും ഉള്ളത്. നേരത്തെ 2 തവണ നോട്ടീസ് നൽകിയിട്ടും ഈ 2 പേരും ഹാജരായിരുന്നില്ല. ഭരണസ്വാധീനം ഉപയോഗിച്ച് അറസ്റ്റ് വൈകിപ്പിക്കുകയാണ് എന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടെയാണ് SIT ഇപ്പോൾ കർക്കശമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അറിയാൽ ഈ ഡയമണ്ട് മണി എന്നറിയപ്പെടുന്ന വിഗ്രഹക്കടത്ത് മാഫിയ തലവനുമായിട്ട് ശബരിമലയിലെ ഉന്നതർക്ക് ബന്ധമുണ്ട് എന്ന വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നതോടെ മുൻ ബോർഡ് അംഗങ്ങളുടെ പങ്ക് കൂടുതൽ സംശയ നിഴലിലായിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണവും ഇവർക്ക് എതിരാണ് എന്നുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതിയിൽ ശങ്കർദാസ് നൽകിയ ഹർജിയിൽ അനുകൂലമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായാൽ അത് നിലവിലെ കേസിനെ തന്നെ ബാധിച്ചേക്കാം. എന്നാൽ വിജിലൻസ് കോടതി ജാമ്യം നിഷേധിച്ചാൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇവരെ പിടികൂടുകയല്ലാതെ മറ്റു വഴികൾ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ മകൻ തന്നെ വരേണ്ടി വരുമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ മകന്റെ പോലീസ് വന്ന് അച്ഛനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇത് മാത്രമല്ല, ഇതിൽ നിന്ന് മറ്റിടത്താവളങ്ങളിലേക്ക്, രഹസ്യ കേന്ദ്രങ്ങളിലേക്ക്, ഒളിത്താവളങ്ങളിലേക്ക് മാറി താമസിക്കുന്ന ശങ്കർദാസ് ആണെങ്കിലും വിജയകുമാർ ആണെങ്കിലും മുൻ മന്ത്രിമാരാണെങ്കിലും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന പരാമർശങ്ങൾ എന്ന് പറയപ്പെടുന്ന അനുകൂലമല്ല എങ്കിൽ എല്ലാ എണ്ണത്തിനെയും തൂക്കേണ്ടി വരും. എല്ലാ എണ്ണവും ഈ പറയുന്ന പോലെ ഈ മന്ത്രിയും തന്ത്രിയും ഈ ഉദ്യോഗസ്ഥരും എല്ലാം ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും. മാത്രമല്ല അറസ്റ്റിലേക്ക് പോകേണ്ടി വരും. കൃത്യമായിട്ടും കള്ളന്മാരാണ് എന്നുണ്ടെങ്കിൽ ജയിലറകളിൽ എത്തുകയും ചെയ്യും, സംശയമില്ല.